Welcome to Eduzo. ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും പഠിക്കുന്നില്ലേ? നമ്മൾ ചെയ്ത പ്രോബ്ലംസൊക്കെ എല്ലാവരും ചെയ്ത് നോക്കിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസൊക്കെ ചെയ്തിരുന്നു, 9th സ്റ്റാൻഡേർഡ് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ ഫസ്റ്റ് ചാപ്റ്ററിൽ. അപ്പോൾ എല്ലാവരും ചെയ്ത് പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കതിന് ബാക്കിയുള്ള പ്രോബ്ലംസ് നോക്കാം. 5 പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. അപ്പോൾ ഇനി 6th പ്രോബ്ലമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ബുക്കും പേനയൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കാം. നമുക്ക് 6th പ്രോബ്ലം റീഡ് ചെയ്ത് നോക്കാം. A fraction simplified after adding 1 to its numerator becomes 1 by 3. If instead 1 is added to the denominator and then simplified, it becomes 1 by 4. What is the fraction? So what is the question here? A fraction simplified after adding 1 to its numerator. അതായത് ഇവിടെ ഫ്രാക്ഷനെ കുറിച്ചാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒരു ഫ്രാക്ഷനിലേക്ക് ന്യൂമറേറ്ററിലേക്ക് 1 ആഡ് ചെയ്യുമ്പോൾ അത് 1/3 എന്നുള്ള ഫ്രാക്ഷൻ കിട്ടും. ഇനി പകരം നമ്മൾ 1 is added to the denominator, 1 ആഡ് ചെയ്യുന്നത് ഡിനോമിനേറ്ററിലാണെങ്കിൽ and it then simplified, എന്നിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1/4 എന്ന ഫ്രാക്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ? ഫ്രാക്ഷൻ കാണാനാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ തുടക്കത്തിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയിരുന്നു ഇല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ അത്? ഇല്ലെങ്കിൽ അതൊന്ന് നോക്കിയാലും മതി. സെയിം ടൈപ്പ് പ്രോബ്ലം ആണിത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഫ്രാക്ഷനെ നമുക്ക് ആദ്യം x/y എന്ന് അസ്യൂം ചെയ്യാം. ലെറ്റ് x/y be the fraction. ഓക്കെ, അപ്പം നമ്മളിവിടെ ഫ്രാക്ഷൻ എന്തായിട്ട് എടുക്കുകയാണ്? x/y എന്നെടുക്കുകയാണ്. നമുക്കറിയില്ല ഏത് ഫ്രാക്ഷൻ ആണെന്ന്. പക്ഷെ അവർ 2 ക്ലൂകൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്ലൂ എന്താണ് പറയുന്നത്? ആഡിങ് 1 to its numerator. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്? മുകളിലത്തെ ഭാഗം അല്ലേ? ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് താഴെ, y ആണ് ഇവിടെ. ഇവിടെ ന്യൂമറേറ്റർ x, ഡിനോമിനേറ്റർ y. അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ടീഷനിൽ എന്താണ് പറയുന്നത് അതിവിടെ അപ്ലൈ ചെയ്യാം. അതായത് എന്താ പറയുന്നത്? ആഡിങ് 1 to its numerator. 1 to its numerator, ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻ. അപ്പോൾ അതിൻ്റെ ന്യൂമറേറ്ററിലേക്ക് 1 ആഡ് ചെയ്യാനാണ് പറയുന്നത്. ന്യൂമറേറ്ററിലേക്ക് 1 ആഡ് ചെയ്താൽ നമുക്ക് 1/3 എന്ന ഫ്രാക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷൻ, ഇതിൻ്റെ ആൻസർ നമുക്ക് 1/3 കിട്ടുമെന്നാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ ഇവിടെ പറയുന്നത്. ഇനി if instead 1 is added to the numerator, അപ്പോൾ ഇതിന് പകരം ഇനി ന്യൂമറേറ്ററിന് പകരം 1 ആഡ് ചെയ്യുന്നത് ഡിനോമിനേറ്ററിലാണെങ്കിൽ നമുക്ക് 1/4 എന്ന ഫ്രാക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ x/y അല്ലേ? രണ്ടാമത്തെ കേസ് എന്താണ്? ഇത് ഒന്നാമത്തെ കേസാണ് അല്ലേ? രണ്ടാമത്തെ കേസിൽ അവർ പറയുന്നത് നമ്മൾ 1 ആഡ് ചെയ്യുന്നത് നമ്മുടെ ഡിനോമിനേറ്ററിലാണെങ്കിൽ, ഇപ്പോൾ ഡിനോമിനേറ്റർ ഇവിടെയല്ലേ, അപ്പോൾ ഇവിടെ നമ്മൾ 1 ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷൻ 1/4 ആയിരിക്കുമെന്നാണ് അവർ പറയുന്നത്. 1/4 ആയിരിക്കും. ഓക്കെ, ഈ 2 കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ആണ്. എന്നിട്ട് x/y എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രാക്ഷനായി. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ കിട്ടും നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇതിനൊക്കെ സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇതിനെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? നമുക്ക് ഫസ്റ്റ് വൺ, ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 3 ഇവിടെ വന്ന് ഇൻറ്റു ആവും. അപ്പോൾ 3 × x + 1 = ഈ y അവിടേക്ക് പോകും അല്ലേ? = y. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയായി. ഓക്കെ, ഇനി സെക്കൻഡ് ഇക്വേഷൻ നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 4 × x, 4x = ഇതങ്ങോട്ട് പോകുമ്പോൾ എന്താവും? y + 1 × 1 ഉണ്ട് അവിടെ, പക്ഷേ 1 × y + 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണല്ലോ. അപ്പോൾ y + 1 എന്ന് എഴുതാം. അടുത്തത് നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്തതിനെ നമുക്ക് ഇൻറ്റു ചെയ്ത് എഴുതാം. അതായത് 3 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 3 × x 3x + 3 × 1 3 = y. ഓക്കെ, ഇനി ഈ ഭാഗത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഈ y-നെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 4x - y = 1 ഇങ്ങനെ കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ y-യുടെ വാല്യൂ നോക്കൂ നിങ്ങൾ. y = 3x + 3 എന്നാണ്.
അല്ലേ? ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് 3x + 3 = y എന്നവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 3x + 3y എന്ന് പറയുന്നതിന് y = 3x + 3 എന്നും എഴുതാമല്ലോ. തിരിച്ചിട്ടാലും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ വൈയുടെ വാല്യൂ, അതായത് ഈ 3x + 3 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമ്മുടെ ഈ y ഉണ്ടല്ലോ, സെക്കൻഡ് ഇക്വേഷനിലെ y, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാ ടേമും എന്തിലാവും? എക്സിലായി മാറും. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ ഇത്തിരി കൂടെ ഈസിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? 4x - y = 1 അല്ലേ? ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഈ സെക്കൻഡ് ഇക്വേഷനിലെ ഈ വൈയുടെ പൊസിഷനിൽ ഈ വാല്യൂ, അതായത് y = 3x + 3 ആണെന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ, ആ വാല്യൂ നമുക്ക് ഈ വൈയുടെ അവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താവും? 4x അവിടെ തന്നെ ഉണ്ട്, മൈനസ് അവിടെ തന്നെ ഉണ്ട്, ബ്രാക്കറ്റ് വൈയുടെ വാല്യൂ എന്താണ്? 3x + 3 = 1. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? 4x ഈ മൈനസ് കൊണ്ട് ബ്രാക്കറ്റിനുള്ളിൽ എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. -3x - 3x - 3 × 3 - 3 = 1. 4x - 3x എന്ത് കിട്ടും? 1x, x അല്ലേ? x - 3 = 1. x = 1 + 3, so x = 4. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ 4 എന്ന് കിട്ടി. ഇനി നമുക്ക് വൈയുടെ വാല്യൂ കൂടെ കണ്ടുപിടിച്ചാൽ പോരെ? അപ്പോൾ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷനിൽ വൈയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഏതെങ്കിലും ഇക്വേഷനിൽ, അതായത് ഇതിലേതെങ്കിലും ഇക്വേഷനിൽ നമുക്ക് വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ x = 4. അപ്പോൾ ഞാൻ ഈ ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ 4 × എക്സിന് പകരം ഞാൻ 4 എന്ന് കൊടുക്കുകയാണ്. ഈ 4 ഇതാണ് കേട്ടോ, ഈ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട്. ആദ്യ ഇക്വേഷൻ എഴുതാം, നമുക്ക് ഇനി കൺഫ്യൂഷൻ വേണ്ട. 4x - y = 1. ഈ ഇക്വേഷനിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 × 4, എക്സിന് പകരം നമുക്ക് കിട്ടിയ 4 കൊടുത്തു, മൈനസ് y അറിയില്ല, അതങ്ങനെ തന്നെ ഇട്ടു. y കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. സോ 4 × 4 16 - y = 1 എന്ന് കിട്ടി. അപ്പോൾ 16 ഈ 1നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, -1, ഈ y അങ്ങോട്ട് പോട്ടെ, -y അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? +y ആവും. അപ്പോൾ 15 = y എന്ന് കിട്ടും. അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് കിട്ടും? വൈയുടെ വാല്യൂ 15 എന്നും കിട്ടും, എക്സിൻ്റെ വാല്യൂ 4 എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ എന്തായിരിക്കും? സോ നമ്മുടെ ഈ ഫ്രാക്ഷൻ എന്തായിരിക്കും? ലെറ്റ് ദിസ് ഫ്രാക്ഷൻ ഈസ് x/y എന്നല്ലേ എഴുതേണ്ടത്. അപ്പോൾ x 4, y 15. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രാക്ഷൻ 4/15 എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻ. ഓക്കെ, ഇത് സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്, എല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്ത് നോക്കാം. 7th പ്രോബ്ലം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh rupees in 2 schemes with interest rates 7% and 6%. After 1 year, they got 6,750 rupees as interest from both these together. How much did they invest in each scheme? അപ്പോൾ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരാൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. 2 സ്കീമിലായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 സ്കീമിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 2 സ്കീമിൻ്റെയും പെർസെൻറ്റേജ് വ്യത്യാസമാണ്. ഒന്ന് 7% ഒരു സ്കീമാണ്, അപ്പോൾ അത്രയും ഇൻട്രസ്റ്റ് ആണ് അതിന് കിട്ടുക. നമ്മൾ ഇൻട്രസ്റ്റ് ഒക്കെ കഴിഞ്ഞ സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ. അപ്പോൾ ആദ്യത്തെ സ്കീമിലായവർക്ക് 7%, പിന്നെ മറ്റേ സ്കീമിലായവർക്ക് 6% ഇൻട്രസ്റ്റുമാണ് കിട്ടുക. ഓക്കെ, ഇനി ഈ 2 സ്കീമിൽ നിന്നും കൂടെ അയാൾക്ക് 6,750 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിന് 2. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാണ് അയാൾ ഓരോ സ്കീമിലും നിക്ഷേപിച്ചത്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ 1 ലക്ഷം രൂപയാണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ടോട്ടലി അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 1 ലക്ഷം രൂപയാണ്. അത് 2 സ്കീമിലായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്കീമിൽ ഇത്ര തുക അയാൾ ഇട്ടിട്ടുണ്ടായിരിക്കും, മറ്റേ സ്കീമിലും ഇത്ര തുക ഇട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ പകരം നമുക്ക് അവർ ഒരു ക്ലൂ തന്നിരിക്കുന്നത് ആദ്യത്തേതിൻ്റെ
ഇൻട്രസ്റ്റ് റേറ്റ് 7%, രണ്ടാമത്തെ സ്കീമിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 6% ആണെന്നാണ്. ഇനി അയാൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു 6,750 രൂപ 6,750 റുപ്പീസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. ഓക്കെ, ഈ രണ്ട് സ്കീമിൻ്റെയും ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് ക്ലൂ വേണം നമ്മൾ ഈ പ്രോബ്ലം ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ രണ്ട് സ്കീമിനെയും എക്സും വൈയും ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്കീമിനെ നമുക്ക് എക്സ് ആയിട്ടും രണ്ടാമത്തെ സ്കീമിനെ വൈ ആയിട്ടും കൊടുക്കാം അല്ലേ. ഒരു സ്കീം എക്സ് ഒരു സ്കീം വൈ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് സ്കീമിലും കൂടെ ഇടുന്ന തുക എത്രയാണ്? ഇത് ആ തുകകളാണ്. അതായത് ഫസ്റ്റ് സ്കീമിലെ തുകയാണ് എക്സ്, രണ്ടാമത്തെ സ്കീമിലെ തുകയാണ് വൈ. ഓക്കെ, അപ്പോൾ ലെറ്റ് എക്സ് ബി ദ amount in scheme 1, y be the amount in scheme 2. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്കീമിലെ പൈസ എക്സ് എന്നും തുക എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എക്സ്, നമുക്ക് അറിയില്ല എത്രയാണ് ഇട്ടതെന്ന്. 1 ലക്ഷം ടോട്ടലാണെന്നറിയാം, പക്ഷെ എത്ര വീതമാണ് രണ്ടിലും ഇൻവെസ്റ്റ് ചെയ്തതെന്ന് അറിയില്ല. സോ എക്സ് ആണ് ഫസ്റ്റ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തത് നമുക്ക് അസ്യൂം ചെയ്യാം. ഇനി വൈ എമൗണ്ട് ആണ് സെക്കൻഡ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തത് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? ഇൻവെസ്റ്റ് ചെയ്ത ആകെ തുക 1 lakh അല്ലേ. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത ആകെ തുക എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 lakh എന്ന് എഴുതിയൂടെ? ഇങ്ങനെ എഴുതിക്കൂടെ? കാരണം എന്താ, ഈ രണ്ട് സ്കീമിലും 1 ലക്ഷം രൂപയിൽ ഇട്ടിരിക്കുന്നത് ടോട്ടൽ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. സെപ്പറേറ്റ് എത്ര ഇട്ടതെന്നാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്ത ഇക്വേഷൻ, അടുത്തത് 7% ഇൻട്രസ്റ്റ് ആണ് ഈ ഫസ്റ്റ് സ്കീമിൽ, സെക്കൻഡ് സ്കീമിൽ 6% ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് സ്കീമിൽ ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് നമ്മൾ പെർസെൻറ്റേജ് കാണാൻ, അതായത് ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പി ഈസ് ഈക്വൽ ടു INR എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഇവിടെ എന്തായിരിക്കും? ഇത് ഒരു വർഷത്തെയാണ് ഈ തുക കിട്ടിയിരിക്കുന്നത്. രണ്ടിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടിയതിൻ്റെ തുകയാണ് ഈ 6,750 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ആദ്യം ഇങ്ങനെ എഴുതാം അല്ലേ. ഈ എക്സ് എന്ന് പറയുന്ന തുകയുടെ 7% അതായിരിക്കുമല്ലോ ഇൻട്രസ്റ്റ്. ഓക്കെ, ഒരു വർഷത്തേക്കാണ് 7% എന്ന് പറയുന്നത്. പ്ലസ് വൈയുടെ എത്ര ശതമാനമാണ്? 6%, 6/100 ഇസ് ഈക്വൽ ടു അവർ തന്നിരിക്കുന്നത് 6,750 രൂപ. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതായത് ഇതെന്ന് പറയുന്നത് ഇത് രണ്ട് ഇൻട്രസ്റ്റുകളുടെ, ഈ രണ്ട് സ്കീമിലെ ഇൻട്രസ്റ്റുകളുടെ മാത്രം തുകയാണ് 6,750 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ പൈസയുടെ 7% കണ്ടുപിടിക്കാം അല്ലേ, അതായിരിക്കുമല്ലോ അവിടുത്തെ ഇൻട്രസ്റ്റ്. ഇനി വൈയുടെ 6%, അതാണ് അവിടുത്തെ ഇൻട്രസ്റ്റ്. നമ്മൾ PNR ഇക്വേഷൻ ഇട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ, കാരണം ഇത് ഒരു വർഷത്തെയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷത്തെ എന്ന് പറയുമ്പോൾ പിന്നെ സെപ്പറേറ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ ആ തുകയുടെ 7% എത്രയാണെന്ന് നോക്കിയാൽ മതി, മറ്റേ തുകയുടെ 6% എത്രയാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇതൊന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെന്ത് കിട്ടും? 7x/100 പ്ലസ് 6y/100 ഇസ് ഈക്വൽ ടു 6750, 6,750 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 1000 കോമൺ അല്ലേ ഇവിടെ, അപ്പോൾ മുകളിലത്തെ 7x പ്ലസ് 6y ഡിവൈഡഡ് ബൈ 100, 1000 എന്നാണ് പറഞ്ഞത്, സോറി 100 ആണ് കേട്ടോ. 100 ഇസ് ഈക്വൽ ടു 6750 അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ 100നെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 7x പ്ലസ് 6y ഇസ് ഈക്വൽ ടു 6750 ഇൻറ്റു 100, അതായത് 7x പ്ലസ് 6y ഇസ് ഈക്വൽ ടു 6750. ഈ രണ്ട് 0 ആഡ് ചെയ്താൽ മതി ഇവിടെ. ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷനും കൂടെ കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്താൽ എക്സും വൈയും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാം നമുക്കിതിനെ? ഒന്നെങ്കിൽ നമുക്ക് എക്സിന് നമ്മുടെ ഫസ്റ്റ് നമ്മൾ പ്രോബ്ലത്തിൽ യൂസ് ചെയ്ത പോലെ
ഈ ഇക്വേഷൻ 2 ഇക്വേഷൻ താഴെ ഇട്ടിട്ട് ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം നമുക്കിതിൽ. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഉള്ളത്, ഈ ഫസ്റ്റ് ഇക്വേഷന് നമുക്ക് x ഇസ് ഈക്വൽ ടു എത്രയാന്ന് നോക്കാം. x ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 lakh ആണല്ലോ അല്ലേ. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 lakh ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ഇതിന് എന്ത് എഴുതാം, 1 lakh മൈനസ് വൈ എന്ന് എഴുതിക്കൂടെ, ഇങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ ഈ എക്സ് ഇസ് ഈക്വൽ ടു 1 lakh മൈനസ് വൈ എന്ന് പറയുന്നതിന് നമുക്ക് ഈ ഇക്വേഷനിൽ സെക്കൻഡ് ഇക്വേഷനിൽ എക്സിൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം, ഈ ഇക്വേഷനാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്, സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഇവിടെ എഴുതാം. 7x പ്ലസ് 6y ഇസ് ഈക്വൽ ടു 675,000. എത്രയത്, 6,75,000 അല്ലേ. അപ്പോൾ ഇതിൽ എക്സ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇതാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 7 അവിടെ തന്നെ എഴുതാം. എക്സിൻ്റെ അവിടെ നമ്മൾ 1 lakh മൈനസ് വൈ അത് കൊടുത്തു, പ്ലസ് ഈ 6y അങ്ങനെ തന്നെ കൊടുത്തു, ഇസ് ഈക്വൽ ടു ഈ നമ്പർ 6,75,000 എന്ന് അങ്ങനെ തന്നെ കൊടുത്തു. ഓക്കെ, ഇവിടെ കുറച്ച് സ്ഥലമില്ലാത്ത കാരണം താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും, 7 lakh മൈനസ് 7 ഇൻറ്റു മൈനസ് വൈ മൈനസ് 7y പ്ലസ് 6y ഇസ് ഈക്വൽ ടു 675,000 അല്ലേ. ഇനി എന്ത് ചെയ്യാം, മൈനസ് 7y പ്ലസ് 6y, അപ്പോൾ എത്രയായിരിക്കും, ഈ 7 lakh ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, മൈനസ് 7y പ്ലസ് 6y എന്ന് പറയുമ്പോൾ വലുതിന് ചേർത്ത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ ഇവിടെ എന്ത് വരും, മൈനസ് y ഇസ് ഈക്വൽ ടു 675,000. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതാം. ഈ വൈനെ അപ്പുറത്തേക്ക് കൊണ്ടു, അപ്പോൾ y ഇസ് ഈക്വൽ ടു കിട്ടല്ലോ. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്, 7 lakh മൈനസ് വൈ ഇസ് ഈക്വൽ ടു 6,75,000 എന്നാണല്ലോ ഇവിടെ ഉള്ളത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ വൈനെ അങ്ങോട്ടും ഈ സംഖ്യേനെ ഇപ്പുറത്തേക്കും കൊണ്ടുവരാം. അപ്പോൾ 7 lakh ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാണ്, ഈ 6 lakhനെ മൈനസ് 6,75,000 ഈക്വൽ ടു ഈ വൈനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ മൈനസ് വൈ ആയിരുന്നു ഇവിടെ, അത് പ്ലസ് വൈ ആയി മാറി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ ഇത് മൈനസ് ചെയ്യാം. അപ്പോൾ 25,000 എന്ന് കിട്ടും അല്ലേ ഇവിടെ. അതായത് 7 lakh നിന്ന് 6,75,000 പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 25,000 ആണ് കിട്ടുക. ഈക്വൽ ടു അതങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടാൻ അറിയാത്തവർ ഒന്ന് സൈഡ് ചെയ്ത് നോക്കിയാൽ മതി, മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഈക്വൽ ടു വൈ. അപ്പോൾ നമുക്ക് വൈ എന്ത് കിട്ടി, 25,000 എന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എക്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഈ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, എക്സും വൈയും കൂട്ടിയാൽ നമുക്ക് 1 lakh കിട്ടണമല്ലോ. അപ്പോൾ ആ 1 lakhനെ 25,000 മൈനസ് ചെയ്താൽ നമുക്ക് എക്സ് കിട്ടത്തില്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു നമുക്ക് 1 lakh ആണെന്നറിയാം. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 25,000 എന്ന് കിട്ടി, ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് 1 lakh. ഇനി എക്സ് ഇവിടെ നിർത്തുക, ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി മൈനസ് ചെയ്യാം. അപ്പോൾ എക്സ് നമുക്ക് 1 lakh മൈനസ് 25,000 എന്ന് കിട്ടും, അതായത് 75,000. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്കീമിൽ ഇട്ടിരിക്കുന്ന എക്സ് എന്ന് പറയുന്ന എമൗണ്ട് എത്രയാണ്, 75,000 അല്ലേ. എക്സ് എന്ന് പറയുന്ന എമൗണ്ട് 75,000 എന്ന് കിട്ടി, വൈ എന്ന് പറയുന്ന എമൗണ്ട് 25,000 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് അയാൾ ആ സ്കീമുകളിൽ ഇട്ടിരിക്കുന്ന പൈസ. ഫസ്റ്റ് സ്കീമിൽ അയാൾ 75,000 രൂപയും സെക്കൻഡ് സ്കീമിൽ 25,000, 25,000 രൂപയാണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, ഇതുപോലെ ഇക്വേഷൻസ് ഉണ്ടാക്കുക, സോൾവ് ചെയ്യുക. അപ്പോൾ ഒരു 2-3 വട്ടമെങ്കിലും പ്രോബ്ലംസ് വായിച്ച് ചെയ്ത് പഠിക്കാം. അപ്പോൾ കുറേ അങ്ങനെ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് വേഗം വേഗം പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാവരും ഈ പ്രോബ്ലമൊക്കെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലെ ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, 7th നമുക്ക് പ്രോബ്ലം ഒന്ന് റീഡ് ചെയ്യാം. An object
starts with a speed of u meter per second and travels along a straight line. If the speed increases at the rate of a meter per second, every second the speed at time t second is u plus at. The speed at 1 second is 5 meter per second and at 5 seconds is 30 meter per second. What is the rate at which speed is increasing? What was the starting speed? അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടേംസ് ഒക്കെ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതായത് സ്പീഡിൻ്റെ ഇക്വേഷൻ ഇവിടെ നമ്മൾ v is equal to u plus at എന്നൊക്കെയുള്ള ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടാവും. v എന്ന് പറയുന്നത് ഫൈനൽ സ്പീഡ്, u ഇനീഷ്യൽ സ്പീഡ്, a ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ ഫിസിക്സിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് ടേംസ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇത്. ഇതിൽ നമ്മൾ ആ ടേംസ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യൽ തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇക്വേഷൻ ഫോമിൽ എഴുതിയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പീഡാണ് ഇത് യു മീറ്റർ പെർ സെക്കൻഡ് എന്ന്. അപ്പോൾ ഇനീഷ്യൽ സ്പീഡ് എന്ന് എഴുതാം നമുക്കതിന് അല്ലേ. ഇനീഷ്യൽ സ്പീഡ് ഇസ് ഈക്വൽ ടു യു മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് എഴുതാം. കാരണം നമ്മുടെ സ്റ്റാർട്ടിങ് സ്പീഡാണെന്ന് അവരത് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സ്പീഡ് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്പീഡ്. ഇനി അടുത്ത എന്താ പറയുന്നത്, if the speed increases at a rate of a meter per second in every a meter per second every second, അതായത് ആ സ്പീഡ് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ സ്പീഡ് ഇസ് ഈക്വൽ ടു എ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ സ്പീഡ് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എ ആയിട്ട് എടുക്കാം. അങ്ങനെയാണ് അവർ തന്നിരിക്കുന്നത്. ഇനി രണ്ട് കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഒരു സെക്കൻഡിൽ സ്പീഡ്, അതായത് ടൈം ഒരു സെക്കൻഡ് ആകുമ്പോൾ സ്പീഡ് എത്രയാവും 5 മീറ്റർ പെർ സെക്കൻഡും. ഇനി ടൈം 5 സെക്കൻഡ് ആകുമ്പോൾ സ്പീഡ് എത്രയാവും 30 മീറ്റർ പെർ സെക്കൻഡും. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കേണ്ട ഇക്വേഷൻ. അപ്പോൾ പിന്നെ അവർ ഇക്വേഷൻ തന്നിരിക്കുന്നത് എന്താണ്, ടൈം ടി സെക്കൻഡിലുള്ള സ്പീഡാണ് യു പ്ലസ് എ ടി. അതായത് സ്പീഡിൻ്റെ ഇക്വേഷൻ അവർ തന്നിരിക്കുന്നത്, സ്പീഡ് എന്ന് പറയുന്നത് യു പ്ലസ് എ ടി ആണ്. ഓക്കെ, അപ്പോൾ സ്പീഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് കൊടുക്കാം നമുക്ക്. നമ്മളിത് നമ്മുടെ സയൻസ് ക്ലാസ്സിലൊക്കെ പഠിച്ചിരിക്കുന്നത് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നാണ് അല്ലേ. വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി, എ ആക്സിലറേഷൻ, ടി ടൈം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്സ് ക്ലാസ്സുകളിൽ അല്ലേ. അപ്പോൾ ആ ഒരു ഇക്വേഷനാണ് ഇവിടെ നമ്മളപ്പോൾ സ്പീഡെന്ന് കൊടുക്കുന്നുണ്ട്. സ്പീഡ് തന്നെയാണ്, അതായത് ഫൈനൽ സ്പീഡിനെയാണ് ഇവിടെ ബി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇക്വേഷനിലാണ് ഈ രണ്ട് കണ്ടീഷൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു സെക്കൻഡിൽ എത്രയാണ് സ്പീഡ് എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ്, അത് നമുക്ക് ഇതിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടിയുടെ അവിടെ ഒരു സെക്കൻഡ്, അപ്പോൾ വെൻ ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് ദെൻ ഇക്വേഷൻ എന്താവും, സ്പീഡ് എത്രയാണ് 5. അപ്പോൾ വിയുടെ അവിടെ നമുക്ക് 5 കൊടുക്കാം. വി എന്ന് പറയുന്നത് ഫൈനൽ സ്പീഡ്, അത് 5 ഒരു സെക്കൻഡിൽ 5 മീറ്റർ പെർ സെക്കൻഡ് ആവുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു, വിയുടെ അവിടെ 5 കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫൈനൽ സ്പീഡിൻ്റെ അവിടെ 5 കൊടുക്കുന്നു. ഇനി യു നമുക്കറിയില്ല, അവിടെ തന്നെ ഇട്ടു. എ നമുക്കറിയില്ല, ടി നമുക്ക് തന്നിട്ടുണ്ട് ഒരു സെക്കൻഡ് ആണെന്ന്. വെൻ ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 1 കൊടുക്കാം. അപ്പോൾ ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു 1 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്കതിനെ 5 ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു 1 എ തന്നെയാണ് അല്ലേ, അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ നമുക്ക് 5 ഈസ് ഈക്വൽ ടു യു പ്ലസ് എ എന്ന ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് യു ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം. അപ്പോൾ യു ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, യു ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ യു ഇവിടെ തന്നെ നിർത്താം, 5 എനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 5 മൈനസ് എ അല്ലേ, യു ഈസ് ഈക്വൽ ടു 5 മൈനസ് എ എന്നാവും. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ ഇത് കിട്ടി അല്ലേ, ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്, വെൻ ടൈം ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ് ഈ സ്പീഡ് ബിക്കം 30 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് എഴുതാം, വെൻ ടൈം ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ് ദെൻ ബി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണല്ലോ നമ്മുടെ ഇക്വേഷൻ. ബിയുടെ അവിടെ എന്താവും 30 മീറ്റർ പെർ സെക്കൻഡ് ആവും, കാരണം അവർ 13 ഫൈനൽ സ്പീഡ് ആവാമെന്ന് പറഞ്ഞിരിക്കുന്നത്. സമയം എത്ര സമയമാകുമ്പോൾ 5 സെക്കൻഡ് ആകുമ്പോൾ. അപ്പോൾ യു അവിടെ തന്നെ ഇടാം, എ അറിയില്ല, ടി അറിയാം, 5 സെക്കൻഡ് ആകുമ്പോഴാണ്
30 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതങ്ങനെ കിട്ടും. ഇനി 13 is equal to u plus 5a എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാം. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ u is equal to 5 minus a എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ u is equal to 5 minus a എന്ന് പറയുന്ന ആ വാല്യൂവിനെ നമുക്ക് ഇവിടെ യുവിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളിലൊക്കെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് u is equal to 5 minus a in equation 2. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 2 എന്താണ്? ഇക്വേഷൻ 2 13 is equal to u plus 5a എന്നാണ്. അപ്പോൾ അവിടെ 13 അങ്ങനെ തന്നെ എഴുതാം. യുവിൻ്റെ അവിടെ ഈ വാല്യൂ യുവിന് പകരം, കാരണം u is equal to 5 minus a ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ആ യുവിന് പകരം 5 minus a എന്ന് ഇവിടെ കൊടുക്കാം. പ്ലസ് 5a ഇവിടെ തന്നെ ഉണ്ട്. ഈ 5a ഇങ്ങനെ തന്നെ എഴുതാം. അടുത്തത് 13 is equal to 5 minus a plus 5a. അതങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എല്ലാം പ്ലസ് ആൻഡ് മൈനസ് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. 13 is equal to ഇവിടെ എന്താ മൈനസ് a ഉണ്ട് പ്ലസ് 5a ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും? വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം അല്ലേ? അപ്പോൾ 5a ഒരേ കുറയ്ക്കുക. അപ്പോൾ 4a. വലുതിൻ്റെ ചിഹ്നം പ്ലസ് അല്ലേ? 5യുടെ ചിഹ്നം പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് ഇടാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 5 പ്ലസ് 4a എന്ന് കിട്ടും അല്ലേ? 5 പ്ലസ് 4a. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 4 ഇവിടെ നിർത്താം, 5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 13 മൈനസ് 5 is equal to 4a എന്ന് കിട്ടും. 13 നമ്മൾ 5 കുറച്ച് എത്രയാണ്? 8 ആണ് അല്ലേ? അപ്പോൾ 8 is equal to 4a എന്ന് കിട്ടി. അല്ലെങ്കിൽ 4a is equal to 8 തിരിച്ചെഴുതാമല്ലോ. ഇനി ഇവിടെ ഏഴല്ലേ നമുക്ക് കാണേണ്ടത്? 4 ഇവിടെ ഇൻറ്റു ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ എന്താവും? ഡിവിഷനോ is equal to 8/4. that is equal to 2. അതായത് എയുടെ വാല്യൂ 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ശരിക്കും 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വരേണ്ടത് കേട്ടോ. അപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടി. ഇനി ഈ എയുടെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ നമ്മുടെ ഫസ്റ്റ് ഇവിടെ കിട്ടിയ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതിലിട്ട് കൊടുത്താൽ നമുക്ക് യുവിൻ്റെ വാല്യൂ കിട്ടുമല്ലോ സിമ്പിളായിട്ട്. അപ്പോൾ നമുക്കിനി അതിലിട്ട് കൊടുക്കാം. അപ്പോൾ u is equal to 5 minus a എന്ന് പറയുന്ന ഇക്വേഷൻ, നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷൻ, അതിൽ നമ്മൾ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ u is equal to 5 minus 2. അപ്പോൾ u എന്ത് കിട്ടും? 3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസും കിട്ടി. അപ്പോൾ a എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അതായത് ചേഞ്ച് ഇൻ സ്പീഡ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡാണ് 2 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി u എന്ത് കിട്ടി? 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പ്രോബ്ലം വായിച്ച്, നിങ്ങൾ ഇത് ഫിസിക്സിൻ്റെ ടേംസ് ആണെന്നൊന്നും വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ടേംസിൽ നമുക്ക് ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു ഇക്വേഷൻ അവർ തന്നതേ ഉള്ളൂ. ഓക്കെ, അതിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതുപോലെ ചെയ്താൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലം കുറേ വട്ടം ചെയ്ത് പഠിക്കാം, ഓരോ സ്റ്റെപ്പ് മനസ്സിലാക്കി ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. എല്ലാവരും ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൽ ഫസ്റ്റ് എക്സസൈസിൽ എല്ലാ പ്രോബ്ലവും നമ്മളിവിടെ 7 പ്രോബ്ലവും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എല്ലാ പ്രോബ്ലംസും നന്നായി ചെയ്യും. ഓക്കെ.